ഗീവർ മൈൻഡ് സെറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ. അങ്ങനെയുള്ള ഒരു ലീഡർ ഹി വിൽ ഗീവ് എവ്രിതിങ്. അയാൾ എല്ലാം കൊടുക്കും കൂടെയുള്ള ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ കൊടുത്താണ് ഒരു റിയൽ ലീഡർ, ദ ഫൈനസ്റ്റ് ലീഡർ, ലീഡർഷിപ്പിൽ എക്സലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ലീഡേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെർവന്റ് ലീഡർഷിപ്പ്. എന്താണ് സെർവന്റ് ലീഡർഷിപ്പ്? അയാൾ ലീഡർ ആവും മുമ്പ് അയാൾ ആരാവും? സെർവന്റ് ആവും. നമ്മളൊക്കെ സെർവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോബായിട്ടല്ലേ കാണാറുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. സെർവന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ എന്ത് ഇമേജാ വരിക? ഒരു ജോലിക്കാരൻ, ജോലിക്കാരി അല്ലേ? ഒരു ലീഡർ ആദ്യമാകേണ്ടത് സെർവൻ്റാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ സെർവൻ്റാണ് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ക്ലീനറാണ്, അവൻ്റെ സെർവൻ്റ് ആവണം ഞാൻ. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് താഴത്തെ വെയിറ്ററാ, എൻ്റെ മുന്നിൽ സെക്യൂരിറ്റി ഉള്ളേ, പക്ഷെ അവൻ്റെ സെർവൻ്റായി ഞാൻ മാറുമ്പോഴാണ് ഞാൻ സെർവൻ്റ് ലീഡർഷിപ്പിൽ എക്സലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾ നോക്കിയാൽ ആത്മീയമായിട്ട് ചെക്ക് ചെയ്താൽ നമ്മളെല്ലാവരും സെർവൻ്റ് അല്ലേ? ആരുടെ? ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ അല്ലേ? സെർവൻ്റ് അല്ലേ? സെർവിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആറ്റിറ്റ്യൂഡാണ്. സെർവിറ്റ്യൂഡ് ഈസ് എ ഡിവൈൻ ആറ്റിറ്റ്യൂഡ്. അതൊരു ദൈവികമായ ആറ്റിറ്റ്യൂഡാണ്. പലപ്പോഴും ഈഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഡർഷിപ്പ് എടുക്കാൻ പറ്റില്ല. ഈഗോ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെർവന്റ് ലീഡർ ആകാൻ പറ്റില്ല. സെർവന്റ് ലീഡർ ആയില്ലെങ്കിൽ ഐ എം ടെല്ലിങ് യു, യു കനോട്ട് ബി കൺസിസ്റ്റന്റ്ലി സക്സസ്ഫുൾ ഇൻ ലീഡർഷിപ്പ്. അത് പേഴ്സണൽ ലൈഫിലാകാം, കരിയറിലാകാം. ശക്ലനകത്തും പുറത്തും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണം. കണ്ടിന്യൂസ്, അതായത് സസ്റ്റൈനബിൾ സക്സസ് എന്നൊക്കെ പറയും. സസ്റ്റൈനബിൾ സക്സസ്, അതായത് നമ്മൾ നിരന്തരമായി സക്സസ് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. സെർവന്റ് ലീഡർഷിപ്പ്, സെർവ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം, കൊടുക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കണം. ഈ ലീഡർഷിപ്പിന്റെ പല എക്സാമ്പിൾസും ഉണ്ട്. എം.എ. യൂസുഫ് അലി സാഹിബ് സെർവന്റ് ലീഡർഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഒരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ ഒരു ലീഡർ ആദ്യം ചെയ്ത നടപടി എന്തെന്നറിയാമോ? ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ആ മിസ്റ്റേക്കിനെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. മിസ്റ്റേക്ക്, യൂസുഫ് അലി സാഹിബ് ഒരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ അയാൾക്ക് വേണേൽ അതുവഴി പൊക്കൂടെ? എന്തോരം തിരക്കുള്ള മനുഷ്യനാണ്, ബില്യണറാണ്, മൾട്ടി ബില്യണർ. അദ്ദേഹത്തിന് ഒരു സ്റ്റാളിൽ വന്നിട്ട് ഒരു സ്റ്റാഫിൻ്റെ ടൈ പ്രോപ്പറായി കെട്ടാത്തത് കൊണ്ട് അയാൾ അടുത്ത് വന്ന് നിന്ന് ആ ടൈ കെട്ടി കൊടുക്കുക. ഇതിൻ്റെ പേരാ സെർവൻറ്റ്. അയാളുടെ ജോലിക്കാരനാവുക. യൂസുഫ് അലി സാഹിബിന്റെ ജോലിക്കാരനായി മാറാണ് യൂസുഫ് അലി സാഹിബ്. യൂസുഫ് അലി സാഹിബിന്റെ ജോലിക്കാരനായി മാറാണ് ആര്? എം.എ. യൂസുഫ് അലി സാഹിബ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഹി ബിലീവ്സ് ഇൻ എ ലീഡർഷിപ്പ് കോൾഡ് സെർവന്റ് ലീഡർഷിപ്പ്. ആളെ സെർവന്റ് ആകാണ്, സെർവ് ചെയ്യാൻ നിൽക്കുക. ഫസ്റ്റ് തിങ്, ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അഡ്രസ് ചെയ്യുക. സെക്കൻഡ് തിങ്, പോയിന്റ് ദ മിസ്റ്റേക്ക്, നോട്ട് ദ മിസ്റ്റേക്കർ. ആ മിസ്റ്റേക്കിനെ പോയിന്റ് ചെയ്യണം. ആ മിസ്റ്റേക്ക് വർക്ക് ചെയ്യണ്ട, അല്ല മിസ്റ്റേക്കറിനെ പോയിന്റ് ചെയ്യരുത്. നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? മിസ്റ്റേക്കറിനെ വേണം 20 ലാസ്റ്റ് വാണിംഗാണ് നിന്റെ. ഇവന്റെ സൂപ്പർവൈസർ അവിടെ, എന്നിട്ട് സൂപ്പർവൈസറിനും കൊടുക്കും. ഇവനെ നോക്കിയാൽ നിന്റെ ലാസ്റ്റ് വാൺ, അവൻ്റെ മുമ്പ് വെച്ച് ഇവനെയും വഴക്കുറയും. തീർന്നില്ലേ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു, തകർന്നുപോയി. You should not point the mistake. You should not point the mistake. Point the mistake. മിസ്റ്റേക്കിനെ പോയിന്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ആ മിസ്റ്റേക്ക് പോയിന്റ് ചെയ്തിട്ട് അങ്ങ് പോവുകയല്ല ചെയ്ത്, അത് റെക്ടിഫൈ ചെയ്ത് കൊടുത്തു. വേണമെങ്കിൽ യൂസുഫ് അലി സാഹിബിന് പറഞ്ഞിട്ട് പോരുതോ, നാളെ വരുമ്പോൾ ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കുക മോനെ, ഭംഗിയായിട്ട് കെട്ടടാ എന്ന് പറഞ്ഞിട്ട് പോരുതോ? അല്ല ചെയ്തത്. എന്ത് ചെയ്തു? അത് ചെയ്തു കൊടുത്തു. ലാസ്റ്റ് തിങ് എന്താണെന്നറിയോ? അത് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തില്ല. സാർ താങ്ക് യു എന്ന് ആ പയ്യൻ പറയുന്നത് എം.എ. യൂസുഫ് അലി സാഹിബ് വെയിറ്റ് ചെയ്തില്ല. പകരം എന്താ ചെയ്ത്? അവൻ്റെ തോളി 2 തട്ട് കെട്ടി പോട്ടാ എന്ന് വെച്ചിട്ട് പോയി. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനത്തിന്റെ പേരാണ് ലീഡർഷിപ്പ്. അതിന് ടൈറ്റിൽ ഇല്ല. താഴെ ഉള്ളവൻ എത്ര വലുതോ എത്ര ചെറുതോ എന്നൊരു വിഷയമേ അല്ല. മനുഷ്യനായി മാറണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ഏറ്റവും നല്ല ലീഡറിൻ്റെ എക്സാമ്പിൾ ആരെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. നമ്മുടെ ഉള്ളിലെ, എല്ലാവരുടെ ഉള്ളിലേണ്ടത്, നമ്മളത് എക്സസൈസ് ചെയ്യണം. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്നൊരു ബോധം വേണം. വലിപ്പം ഉണ്ടായിക്കോട്ടെ, ചെറുപ്പമായിക്കോട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ, അയാൾ മനുഷ്യനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.